ആദിവാസി ഭൂമി ഇടപാട് കേസിൽ തട്ടിപ്പിനിരയായവർ കോഴിക്കോട് ഇഡി ഓഫീസിൽ ഹാജരായി. അട്ടപ്പാടി മണ്ണാർക്കാട് ഊരിലെ 60 കുടുംബങ്ങൾക്ക് ഉന്നതി പദ്ധതിയിലൂടെ വീട് നിർമ്മിച്ചു നൽകിയ കരാറുകാർ ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുത്തുവെന്നായിരുന്നു പരാതി. രേഖകൾ ഹാജരാക്കാനാണ് ഇവർ ഇഡി ഓഫീസിലെത്തിയത്. കോഴിക്കോട് നിന്ന് YS അഭിനന്ദ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. 2015-16 ഉന്നതി പദ്ധതി പ്രകാരമാണ് ആദിവാസി ഊര് ഭൂമിയിൽ അട്ടപ്പാടിയിൽ ഏതാണ്ട് 60-ലധികം കുടുംബങ്ങൾക്ക് വീട് വെച്ച് നൽകാനുള്ള തീരുമാനത്തിലേക്ക് സർക്കാർ കടന്നത്. സർക്കാരിന്റെ പണം ഇവർ എല്ലാ മാനദണ്ഡങ്ങൾ പാലിച്ച് കൈപ്പറ്റുന്നു. പിന്നീട് അത് കോൺട്രാക്ടറെ ഏൽപ്പിക്കും. നിലമ്പൂർ സ്വദേശികളായിട്ടുള്ള 2 പേരാണ് ഇത് കോൺട്രാക്ടറായി ഈ വീട് നിർമ്മിച്ചു കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തതിന് പിന്നാലെ തന്നെ ഒരു വലിയ തട്ടിപ്പ് നടന്നതായിട്ട് ഈ അട്ടപ്പാടിയിലെ ഊര് നിവാസികൾ തന്നെ കണ്ടെത്തുന്നു. കോഴിക്കോട് ഇഡി ഓഫീസിൽ ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കാൻ വേണ്ടിയിട്ടും ഒപ്പം തന്നെ ചോദ്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരുത്താനും ഇവർ എത്തിയിട്ടുള്ളത്. ആളുകൾ ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഞങ്ങൾക്കൊരു നിയമം പാലിച്ച് ഞങ്ങൾക്ക് അത് കിട്ടണമെന്നാണ് ഞങ്ങൾക്ക്. അതേപോലെ അവർക്ക് അതേപോലെ ശിക്ഷ കിട്ടണം. നടപടിക്രമങ്ങൾ ഒരുപാട് ഇത്രയും വൈകിപ്പിച്ചതിന് പിന്നിൽ എന്തെങ്കിലും ഉണ്ടെന്ന് സംശയിക്കുന്നുണ്ടോ? സംശയം എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് പിന്നിൽ ആരും ബലമില്ല. കാരണം ഞങ്ങൾക്ക് എങ്ങനെ പോകേണ്ടത് എന്താന്നുള്ളത് ഒന്നും അറിയില്ല. പിന്നെ 1 ലക്ഷം രൂപ തട്ടിയെടുത്തെന്നാണ് തോന്നുന്നത്. 1,22,500 രൂപ 7 പേരുടെ. വീടിന്റെ അവസ്ഥ എങ്ങനെയായി? ഇപ്പൊ മഴ വന്നാൽ ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഞങ്ങൾക്ക്. വീട് ഇരിക്കാൻ വാതല് പൊളിഞ്ഞു പോയി, പള്ളി ഇരിക്കാൻ പറ്റില്ല. മഴ ചാറിയാലും വീട്ടിനുള്ളിലൊക്കെ കയറുന്നുണ്ട്. ഞങ്ങളൊക്കെ മഴ വന്നാൽ ചാക്കിട്ട് തന്നെ വയ്ക്കും. വാതിലൊക്കെ പൊട്ടിപ്പോയി കിടക്കുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് ഇവർ പോയിട്ട് ബാങ്കിൽ കൊണ്ടുപോയി ബാങ്ക് മാനേജറായിട്ട് സംസാരിച്ചിട്ട് ഇവരെ കൊണ്ടുപോയിട്ട് 7 പേരെയും കൊണ്ടുപോയിട്ട് മൂപ്പർ സംസാരിച്ചിട്ട് കുറേ നേരം ഇരുന്നിട്ട് ഈ പൈസ മൂപ്പറുടെ അക്കൗണ്ടിലേക്ക് മാറ്റിയിട്ട് വന്നു. അപ്പോൾ റെസീറ്റ് ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവരെന്ത് ചെയ്തു, ഈ റെസീറ്റ് വാങ്ങിച്ചിട്ട് ക്യൂ നിൽക്കുകയാണ് പൈസയ്ക്ക് വേണ്ടി. അപ്പോൾ മൂപ്പർ വിളിക്കാൻ അവിടുത്തെ എല്ലാം നിങ്ങൾ നിൽക്കണ്ട, നിങ്ങൾ പുറത്തേക്ക് വരി, ആ പൈസക്ക് എൻ്റെ അടുത്ത് കയറി. അപ്പോൾ എന്താ നിങ്ങൾക്ക് ചിലവ് കാശ് 500 രൂപ വെച്ചോ എന്ന് പറഞ്ഞിട്ട് ഇവരെ കൊണ്ടുപോയി കാറിൽ കയറ്റിക്കൊണ്ടുപോയി ഊരിലേക്ക് വിട്ടിട്ട് ഇവർ വന്നു. കോഴിക്കോട് നിന്നും രാജേഷ് വെള്ളരിക്കുണ്ടിനൊപ്പം YS അഭിനന്ദ്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.